പിക്ചർ അഭി ബാക്കി ഹെ ബായ്. ബീഹാറിൽ വോട്ടെണ്ണൽ കഴിഞ്ഞിട്ടും അവശേഷിക്കുന്നത് ഈ മാസ് ഡയലോഗ് തന്നെയാണ്. 125 സീറ്റുകൾ നേടി ബീഹാറിൽ NDA ഭരണം നിലനിർത്തിയപ്പോൾ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ബീഹാർ രാഷ്ട്രീയത്തിൽ അവശേഷിക്കുന്നുണ്ട്. ബീഹാറിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതാണ് പ്രധാന ചോദ്യം. നിതീഷ് കുമാർ തന്നെ അടുത്ത മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമെന്ന BJP ദേശീയ നേതൃത്വമടക്കം പറയുമ്പോഴും ബീഹാറിലെ രാഷ്ട്രീയത്തിലും ഇപ്പോഴും ചില കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. തിരഞ്ഞെടുപ്പിൽ 125 സീറ്റുകൾ NDA നേടിയെങ്കിലും JDU-വിനേക്കാൾ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി NDA മുന്നണിയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത് BJP-യാണ്. അതിനാൽ തന്നെ BJP-യുടെ ഒരു സമ്മർദ്ദ തന്ത്രവും മുഖ്യമന്ത്രി സ്ഥാനത്തിന് മുകളിലുണ്ട്. തങ്ങളെക്കാൾ വോട്ട് കുറഞ്ഞ JDU-വിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകരുതെന്ന് BJP-യിലെ ഒരു വിഭാഗം നേതാക്കന്മാർ പറയുന്നുണ്ട്. കൂടാതെ ഈ തെരഞ്ഞെടുപ്പിൽ തന്റെ പ്രതിച്ഛായക്ക് ഏറ്റവും വലിയ തിരിച്ചടിയേറ്റ നിതീഷ് കുമാറിനെ പോലുള്ള ഒരാളെ വീണ്ടും മുഖ്യമന്ത്രിയാക്കുന്നത് BJP-യുടെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കും എന്നൊരു അഭിപ്രായവും BJP-യിലെ ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്നുണ്ട്. എന്തു തന്നെയായാലും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ തന്നെയാണ് അമിത്ഷായുടെ നീക്കങ്ങൾ. അതിനു പിന്നിൽ ചില കാരണങ്ങൾ കൂടിയുണ്ട്. നേരത്തെ BJP-യുടെ പൗരത്വ ബില്ലിനും കാശ്മീർ വിഭജന ബില്ലിനും എതിരായി കടുത്ത ഭാഷയിൽ വിമർശനമുയർത്തിയ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ. ആ നിതീഷ് കുമാറിനെ സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ച് തങ്ങളുടെ നിലപാടുകൾക്ക് അനുനയിപ്പിക്കുക എന്ന ലക്ഷ്യവും BJP ഇതിലൂടെ കാണുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ തന്റെ പ്രതിച്ഛായക്ക് വലിയ തിരിച്ചടിയേറ്റ നിതീഷ് കുമാറിന് ഇനി BJP പറയുന്നത് പോലെ ഭരിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ BJP തങ്ങളുടെ കളിപ്പാവയായ ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് നിതീഷ് കുമാറിനെ കണക്കാക്കുന്നത്. BJP-യുടെ മുമ്പിൽ വായടച്ചു നിന്ന് അവർ പറയുന്നത് പോലെ ഭരിച്ച തന്റെ അഭിമാനം പണയം വെക്കാൻ നിതീഷ് കുമാർ തയ്യാറാകുമോ? അല്ലെങ്കിൽ തനിക്ക് വിലയുള്ള മഹാസഖ്യത്തിലേക്ക് തിരിച്ചു പോകാൻ നിതീഷ് കുമാർ തയ്യാറാകുമോ? ഇതാണ് ബീഹാർ രാഷ്ട്രീയം ഇന്ന് ഉറ്റുനോക്കുന്നത്. BJP-യുടെ കളിപ്പാവ മുഖ്യമന്ത്രിയായാൽ ബീഹാറിൽ വരും നാളുകളിൽ തനിക്കും തൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കും യാതൊരു റോളും ഉണ്ടാവില്ല എന്ന് നിതീഷ് കുമാറിന് നല്ല പോലെ അറിയാം. അതിനാൽ തന്നെ തനിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന മഹാസഖ്യത്തിലേക്ക് നിതീഷ് കുമാർ തിരിച്ചു പോകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. മഹാസഖ്യത്തിലേക്ക് തിരിച്ചുപോയി അവരും മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ നിതീഷ് കുമാറിന് നട്ടെല്ലോടുകൂടി ഭരിക്കാം. അതുതന്നെയാണ് നിതീഷ് കുമാറിന്റെ ഇനിയുള്ള രാഷ്ട്രീയ ഭാവിക്കും JDU-വിന്റെ ഇനിയുള്ള രാഷ്ട്രീയ ഭാവിക്കും ഗുണകരം. മഹാസഖ്യത്തിലേക്ക് ഇതിനോടകം തന്നെ നിതീഷ് കുമാറിനെ കോൺഗ്രസ് ക്ഷണിച്ചു കഴിഞ്ഞു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ ദിഗ്വിജയ് സിംഗ് ആണ് നിതീഷ് കുമാറിനെ മഹാസഖ്യത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. എന്തായിരിക്കുമെന്ന് കണ്ടറിയാം. അഭിമാനം പണയം വെച്ച് BJP-ക്കൊപ്പം ഭരിക്കാൻ നിതീഷ് കുമാർ തയ്യാറാകുമോ? അല്ലെങ്കിൽ അഭിമാനത്തോടെ നട്ടെല്ല് പണയം വെക്കാതെ മഹാസഖ്യത്തിനോടൊപ്പം നിലകൊള്ളാൻ നിതീഷ് കുമാർ തയ്യാറാകുമോ? എന്തായാലും കണ്ടറിയാം ബീഹാറിലെ രാഷ്ട്രീയ കാഴ്ചകൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ച് ജാടയൊക്കെ ആവാടോ. Mama's dishwash liquid. Soft on hands.